മത്സ്യം എപ്പോഴും മലയാളിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ആരോഗ്യത്തിനും വളരെ നല്ലത്. എപ്പോഴും വില കൂടിയ മത്സ്യം തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ദശക്കട്ടി കൂടുതലുള്ള ഇപ്പോൾ നെമ്മീൻ പോലെയുള്ള ഭക്ഷണം അല്ലെങ്കിൽ കൊഞ്ച്, ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കോസ്റ്റ്ലി, വളരെ വില കൂടിയ മത്സ്യങ്ങളായി മാറിക്കഴിഞ്ഞു. പക്ഷെ സാധാരണക്കാർ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് നെത്തോലി, അതായത് കൊഴുവ, പിന്നെന്താ മത്തി, ചെറിയ അയല, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മത്സ്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ രൂപയിൽ വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ മാസങ്ങളിലും നമുക്ക്, അതായത് സീസണലായിട്ടല്ലാതെ തന്നെ കിട്ടുന്ന മത്സ്യവുമാണ്. അപ്പോൾ ഒരു സാധാരണ മത്സ്യം കൊണ്ട്, അയല കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു മസാലക്കറിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ മസാലക്കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നോക്കാം. മീൻ 1/2 കിലോ കഴുകി വൃത്തിയാക്കിയെടുത്തത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി മസാല പേസ്റ്റിന് വേണ്ട ചേരുവകൾ: ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 3 വലിയ അല്ലി, ചെറിയ ഉള്ളി 5 എണ്ണം, പിരിയൻ മുളക് 20 എണ്ണം, എണ്ണ 4 ടേബിൾ സ്പൂൺ, തേങ്ങയുടെ 1-ാം പാൽ 1 കപ്പ്, തേങ്ങയുടെ 2-ാം പാൽ 2 കപ്പ്, വിനാഗിരി 1.5 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഇപ്പോൾ നമ്മളുടെ മീൻ മസാലക്കറി തയ്യാറാക്കാൻ പോവുകയാണ് ഞാൻ. ആദ്യം ചെയ്യേണ്ട ജോലി, നമ്മളിതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഏത് സാധാരണ ആയിട്ടുള്ളൊരു മീനായാലും മതി. ഏറ്റവും സാധാരണമായിട്ടുള്ള മീനായിരിക്കും ഏറ്റവും രുചിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ അയലയാണ്, അയലയുടെ ചെറുത് കുഞ്ഞയല. അതിൻ്റെ തലയെല്ലാം ഇങ്ങനെ, തല എന്ന് വെച്ചാൽ ആ കണ്ണിൻ്റെ ആ ഭാഗം വെച്ചിട്ട് ബാക്കി ആ ഗിൽസ് മറ്റു കാര്യങ്ങൾ എല്ലാം എടുത്ത് മാറ്റി തൊലി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. എന്തായാലും ഇതിപ്പോൾ ഞാൻ തൊലി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉരച്ച് കഴുകുക, എന്നിട്ട് ഒന്ന് വരയുക. അതിലേക്ക് ആദ്യം കുറച്ച് ഇതൊന്ന് വറുത്തിട്ടാണ് നമ്മൾ മസാലക്കറി ആക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഒരു മാരിനേഷനുണ്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ പുരട്ടി വയ്ക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇച്ചിരി കാര്യമായിട്ട് സ്പൈസി ആയിട്ടിരിക്കട്ടെ, ഇച്ചിരി എരിവൊക്കെ ഇരിക്കട്ടെ. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പ്, അതായത് മീനിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ്. ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയിരിക്കുക. നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ വെട്ടിലൊക്കെ നമ്മളിങ്ങനെ വരിഞ്ഞ് വെച്ചിരിക്കില്ല, അതിനകത്തേക്കൊക്കെ ഇങ്ങനെ മസാല. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ആ സമയം മാരിനേറ്റഡ് ആയിരിക്കട്ടെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ കുരുമുളക് പൊടിയൊക്കെ പുരട്ടി വച്ചിട്ട് വറുത്താൽ ഇത് കൂടുതൽ നല്ലതായിരിക്കും. എന്തായാലും ഞാനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മസാല അരയ്ക്കുന്ന ജോലിയാണ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽ മുളക് തന്നെ അരച്ചെടുക്കാം. മുളക് പൊടിക്ക് പകരം കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. അത് പിരിയൻ മുളക് തന്നെയാണെങ്കിൽ ഏറ്റവും നല്ല നിറം കിട്ടും, പിന്നെ ഒരുപാട് എരിവായി പോകില്ല. അപ്പോൾ ഒരു 20 എണ്ണം അളന്നെടുത്ത്, അതായത് എണ്ണ എടുത്തതാണ്. 20 പിരിയൻ മുളക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളി. 3-4 ആകാം, പക്ഷേ 3 മതിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 4 അല്ലി വരെ ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ അരകല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ടോ പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല ചുമന്ന കളറിലെ ഗ്രേവിയാണിത്, കണ്ടില്ലേ? നല്ല ചുമന്ന മസാല പേസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, കറി കുറച്ച് നല്ലൊരു കൊഴുത്ത കറിയായിരിക്കും. ഇനി അടുത്ത കാര്യം, നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച മീൻ ഇവിടെ ഇങ്ങനെ മസാലയിൽ പുരണ്ടിങ്ങനെ ഇരിക്കുവാണ്. ഇനി അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് മൂപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ചെറിയൊരു ഫ്രൈ, കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതൊരു നാടൻ കറിയാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ, നാടനായിട്ടുള്ള എണ്ണ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആ കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളിതിൽ ആ സ്വാദ്, വെളിച്ചെണ്ണയുടെ സ്വാദ് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ നമ്മളിത് മുഴുവൻ വറുത്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ്, തിരിച്ചും മറിച്ചു വിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്,
മഞ്ഞൾപ്പൊടി, ഈ കാര്യങ്ങൾ മാത്രം പുരട്ടി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ. ഇതിപ്പോൾ മീനിനെ മുഴുവനോടെ ഞാനിങ്ങനെ വരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത്രയും വലിയ മീൻ ഒന്നിച്ചുള്ള ഷേപ്പിലുള്ള മീനില്ല, ഇത് മത്തിയും ഇതുപോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ അയിലയാണെങ്കിൽ അതിന് പീസസ് ആക്കുക, കഷ്ണങ്ങളാക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്തിട്ട് വറുത്തെടുക്കുക. എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നിരത്തി കഴിഞ്ഞു. ഇനി ഒരു സൈഡിൽ നിന്ന് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, തിരിച്ചും മറിച്ച് വെക്കും ഓരോ പ്രാവശ്യം. എന്നിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി ഒരു 3 എണ്ണം ബാക്കിയുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ എത്ര അയില ഉണ്ടെന്നറിയോ? 4, 5, 6, 7, 8, 9 എണ്ണം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ എണ്ണ തന്നെ, ഇതേ എണ്ണ, അപ്പോൾ വറുത്ത എണ്ണ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഒരു മീൻ ചട്ടി അടുപ്പിലേക്ക് വെക്കാം. നമ്മളിപ്പോൾ വറുത്ത എണ്ണയുടെ ബാക്കി റിസർവ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതിൽ മീനിൻ്റെ സത്തെല്ലാം ഇറങ്ങിയ എണ്ണയാണ്, ആ ഒരു മണമൊക്കെ ഉള്ള എണ്ണയാണ്. അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ അംശമുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് അതേ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല, അത് ആ പേസ്റ്റ്, അത് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഈ ചൂട് എണ്ണയുടെ കളർ ഇപ്പോൾ ഒരു മഞ്ഞ നിറമാണ്. കാര്യം നമ്മൾ ആ മഞ്ഞൾപ്പൊടിയെല്ലാം പുരട്ടിയ മീനല്ലേ വറുത്തെടുത്തത്. ഇനി എണ്ണയിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, മസാല പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചച്ചുവയൊന്ന് മാറണം. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി വേറെ ഞാൻ ചേർക്കുന്നില്ല. കാര്യം എണ്ണയിൽ മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ മീനിൽ മഞ്ഞളുടെ അംശമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്ന് വഴണ്ട് എണ്ണ തെളിഞ്ഞാൽ മാത്രം മതിയാവും. പച്ചച്ചുവ മാറും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ശരിയായി വരട്ടെ. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതുവരെ ഒരു ഷോർട്ട് മാജിക് ട്രിക്ക്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് പാകത്തിന് മൂത്തു, കണ്ടില്ലേ? എണ്ണയൊക്കെ തെളിഞ്ഞു, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറ്റി. നമ്മളിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ, ഒരു 2 കപ്പ് റെഡിയാക്കി വയ്ക്കുക. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി. 2 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു. രണ്ടാം പാലെന്ന് പറഞ്ഞാൽ നെടുകിയ പാൽ, ഒരുപാട് തിക്കല്ല, ഒരുപാട് കട്ടിയുള്ളതല്ല, കുറച്ചുകൂടി ലൂസ്. ഇനി രണ്ടാം പാൽ ചേർത്തല്ലോ, അപ്പോൾ ഒരു ഗ്രേവി പോലെ ആയി, ചാറ് പോലെ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ മീനിലൊക്കെ കുറച്ച് ഉപ്പ് പുരട്ടിയിട്ടുണ്ട്, എന്നാലും ചാറിന് ഉപ്പ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ അരപ്പിങ്ങനെ ചെറുതായിട്ട് തള വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് നിരത്താം. കഴിയുന്നിടത്തോളം ഒന്നിനു മുകളിൽ ഒന്നാകാണ്ട് നമുക്ക് നിരത്താൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. കുറച്ച് പരന്നൊരു ചട്ടിയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കിടക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി തീ ഒരല്പം കുറയ്ക്കുക, പാത്രം ഒന്ന് അടച്ചിടുക, ഒരല്പം നേരം. മീനിൻ്റെ കഷ്ണം ഒന്നുകൂടി ഒന്ന് വെന്ത, ചാറൊക്കെ ഒന്ന് കുറുകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇങ്ങനെ കുറുകി, കണ്ടില്ലേ? എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല കുറുകിയ ഒന്നാം പാൽ, പാലും കൂടി ഒഴിക്കാം. അതല്ലേ ഇപ്പോൾ കുറച്ചുകൂടി ക്രീമിയായി, നല്ല എന്താ പറയണ്ടേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിൽ മാങ്ങ ചേർത്തിട്ടില്ല, പുളി ചേർത്തിട്ടില്ല, ടൊമാറ്റോ ചേർത്തിട്ടില്ല. അപ്പോൾ മീൻ കറി ഇച്ചിരി ഒരു പുളി രസം വേണ്ടേ? അതിന് നമ്മളിതിൽ ചേർക്കുന്നത് വിനാഗിരി, ഒരല്പം വിനീഗർ, ഒരു 1.5 ടീസ്പൂൺ, 1 മുതൽ 1.5 ടീസ്പൂൺ നോക്കിയിട്ട്. 1 ടീസ്പൂൺ ആയാലും മതി, ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്താലും വലിയ കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ തവിയിട്ട് ഇളക്കണ്ട, മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടച്ച് കളയരുത്. അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഒരു അനക്കം മാത്രം മതി. ഒന്ന് ചെറുതായി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞു, വിനീഗറും ചേർത്തു. ഇനി നമുക്ക് കറിവേപ്പില നേരത്തെ ഇട്ടതാണ്, കുറച്ച് കറിവേപ്പില മുഴുവനോടെ ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിയല്ലേ? ഇനി എന്താ വേണ്ടേ? ഒന്നും വേണ്ട, തീ ഓഫ് ചെയ്യാം.
ഇതുപോലെ തന്നെ വേണമെങ്കിലും തീന്മേശപ്പുറത്ത് കൊണ്ടുപോയി വിളമ്പാം, അതല്ലെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടും വിളമ്പാം. എന്തായാലും വളരെ സ്വാദുള്ള, വളരെ എന്താ പറയുക, രുചികരമായ ഒരു കാര്യം തന്നെയാണ്. നല്ല മണവും രുചിയും, കണ്ടാലും നല്ല ഭംഗിയുള്ളൊരു മീൻ കറി. അപ്പോൾ മീൻ മസാലക്കറി, അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.